ഹലോ ഫ്രണ്ട്സ്, ഇന്നും ഒരു ചെറിയ യാത്ര പോയതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം ഇതും എപ്പോഴത്തെയും പോലെ തന്നെ പെട്ടെന്നുണ്ടായ യാത്രയാണ്. ഒരു പ്ലാനിങ്ങിൽ ഞങ്ങൾ പോകാമെന്ന് പറയുന്നു, പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതും ഒരു ബൈക്ക് റൈഡ് തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, തൈപ്പൂയം കഴിഞ്ഞിട്ടും പഴനിയിൽ തിരക്കൊന്നും തീർന്നിട്ടില്ല. റോഡിലൊക്കെ പഴനിയിലേക്കുള്ള ഭക്തന്മാരുടെ തിരക്കായിരുന്നു. എല്ലാവരും നടന്നിട്ടാട്ടോ പോകുന്നത്. അപ്പം നമ്മളിപ്പോൾ പോയത് ഇദ്ദേഹത്തിൻ്റെ മുടി ഭഗവാന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കുറേ നാളത്തെ ഒരു നേർച്ചയായിരുന്നു. ഒരു 3-4 മാസമായിട്ട് മുടി വെട്ടിയിട്ടേ ഇല്ലായിരുന്നു. അപ്പം മുടി അനധികൃതമായി വളർന്നു തന്നെ പറയാം. ഇനിയും വളർന്നത് പറ്റ ബോറാകുന്നുള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പോയി ഭഗവാന് മുടി കൊടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പം നമ്മുടെ മുടി കളച്ചിലൊക്കെ കഴിഞ്ഞു. അവിടെ മുടി കളയുന്നത് പ്രധാന വഴിപാടാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. പക്ഷേ നമ്മൾ പഴനി പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ വിധം ഞങ്ങളെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയതായിരുന്നു. ഇതും ഒരു പറ്റിക്കലായിരുന്നു കേട്ടോ. ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് പഴനിയിൽ ഒരുപാട് പറ്റിക്കുന്ന ആളുകളുണ്ട്. പറ്റിക്കപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാൻ വേണം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ പഴനിയിലെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം കേട്ടോ.